അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ജാംജൂമിലാണ്, നിലമ്പൂർ ചന്തക്കുന്നിലാട്ടത്തുള്ളത്. അപ്പോൾ നമുക്ക് ഈ കടകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. വലിയ കടകളല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ടില്ല കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ കയറി ചെല്ലുന്ന ഭാഗത്തിന് കുറേ ഫ്രൂട്ട്സുകൾ കണ്ടില്ലേ, ഒക്കെ നല്ല അടിപൊളി ഫ്രൂട്ട്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല നല്ല പച്ചക്കറികൾ, പഴങ്ങൾ, കിഴങ്ങ്, ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും കിട്ടും കേട്ടോ. നമുക്ക് ആവശ്യമില്ല എടുക്കുന്നുണ്ട്. മുട്ടൊക്കെ പാക്കിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടൊക്കെ നല്ല പാക്കിങ്ങിലാട്ടോ. എല്ലാ സാധനവും നല്ല അടിപൊളി പാക്കിങ്ങിലാണുള്ളത്. നമ്മൾ ലുലു മോളിൻ്റെ ഒക്കെ മോഡൽ തന്നെയാണ് കേട്ടോ. ലുലു മോളിൻ്റെ അത്ര തന്നെ ഐറ്റം സാധനം ഇല്ലെങ്കിലും ആ സെയിം രീതി തന്നെയാണ് ഇതിലൊക്കെ വരുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യം നമ്മൾ ലുലു മോളിൽ പോയിരുന്നു, തിരുവനന്തപുരത്ത്. അത് കുറച്ച് വലിയ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ അവിടെയാണ് ഇപ്പോൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് ഒക്കെ സൺറൈസ് ഉള്ളതിൻ്റെ ഉള്ളിലൊക്കെ. പച്ചക്കറികളൊക്കെ എത്ര ദിവസം ഇരുന്നാലും കംപ്ലൈൻ്റ് ആവില്ല. ഏത് സമയത്തും ഫുൾ ടൈം AC വർക്കിംഗ് അല്ലേ. ഇത് കണ്ട പാലൊക്കെ വെക്കാനുള്ള സ്ഥലം, ഫ്രിഡ്ജൊക്കെ ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഒരുപാട് മസാലകളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചൂടുള്ള ഐറ്റംസ് കേട്ടോ. നട്സുകളൊക്കെ, കടല, ഇപ്പുറത്തുണ്ട് മുളപ്പിച്ച കുറച്ച് സാധനങ്ങൾ. ഇത് ഫ്രീസറിലോട്ടോ. ചെറുപയർ മുളച്ചത് എല്ലാം കിട്ടും. എന്ത് സാധനം ഇവിടെ ഉണ്ട്. ഉണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളൊക്കെ 7up മോഡലില്ല, പിസ്സ എല്ലാം ഉണ്ട് കേട്ടോ. ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഒക്കെ ഒരേ ഐറ്റംസ് ഒരേ ലൈനിൽ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കണ്ടോ. എടുത്ത് പോകാനൊക്കെ സുഖമാണ്. അപ്പോൾ നമുക്കൊരു ഉന്തുവണ്ടി സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായി അതെടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് ഉന്തി കൊണ്ടുപോയാൽ മതിട്ട്. നമുക്ക് എല്ലാ സാധനവും അതിലിട്ട് ഇങ്ങനെ ഒരു ലാസ്റ്റ് ബില്ല് കൂട്ടിയാൽ മതി. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് പോകാം. എടുത്ത് തരാൻ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ വേണ്ട എടുക്കാം. ഇത് വേണ്ട ഗോൾഗറ്റിനൊരു പ്രത്യേക സ്ഥലം കേട്ടോ ഇവിടെ. ഇതിൽ ഫുള്ള് ഗോൾഗറ്റ്. അങ്ങനെ എല്ലാ ഐറ്റംസിനും ഓരോ തട്ടുകളും റാക്കുകളൊക്കെയാണ് കേട്ടോ. ഇതിലൊരു ഐറ്റംസാണ് ഉണ്ടാവുക. ഒരു ബിസ്ക്കറ്റ് തന്നെയാണത്, കുപ്പിയിലാക്കിയിട്ട്. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ. മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മളൊക്കെ ആകർഷിക്കുക. ഡിസ്പ്ലേയിൽ നമുക്കത് ഒരുപാട് ഐറ്റം അങ്ങനെ കൂട്ടിയിട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം തോന്നിപ്പോവും. ഈ ചെറിയ കടകളിലൊക്കെ 1-2 കൊണ്ടുവന്നിക്കുന്ന മാതിരിയല്ല, ഇവിടെ നിരത്തിയിട്ടൊക്കെയല്ലേ ഒരേ ഐറ്റം സാധനം തന്നെ നിരത്തിയിട്ടൊക്കെ. അപ്പോൾ കാണാൻ പ്രത്യേക ഒരു ചുറുക്കാണ്. വേണ്ട പയറുവർഗ്ഗങ്ങൾ ഇട്ടിരിക്കുന്ന അങ്ങനത്തെ ഗ്ലാസിൻ്റെ പെട്ടിയിലാണ്. പരിപ്പുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ടോ. നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ചുരുക്കില്ല കാണാൻ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ വാങ്ങിപ്പോകാൻ തോന്നും. എല്ലാം അതേപോലെ തന്നെ ഓരോ ഐറ്റംസ് ആണെങ്കിൽ ആ ഐറ്റംസ് തന്നെ ഒരു സ്ഥലത്ത് ഫുള്ള് നല്ല രസമാണ് കാണാം. വേണ്ട ഇവിടെ മസാലകൾ ഐറ്റംസ് ആണെങ്കിൽ മസാലകൾ, പൊടി ഐറ്റംസ് ആണെങ്കിൽ പൊടി ഐറ്റംസ് തന്നെ. ഡിസ്പ്ലേയിലാണ് കാര്യം. നമുക്ക് ഇതൊക്കെ പാക്കിങ്ങാണ്, ഒക്കെ മസാലപ്പൊടിൻ്റെ പാക്കിങ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും
പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ച് എന്താ രസമല്ലേ കാണാം. നമുക്കിങ്ങനെ കണ്ടാൽ എടുക്കാൻ തോന്നില്ലേ. അതിൻ്റെ അരിയൊക്കെ ഇങ്ങനെ കേട്ടോ ഗ്ലാസിൻ്റെ പെട്ടിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ആക്കിയിട്ടേക്കണം. എല്ലാ ഐറ്റം അരി ഡിസ്പ്ലേയിൽ, ഓയിൽ അതേപോലെ, നെയ്യുകൾ, സൺഫ്ലവർ ഒക്കെ നല്ല രസമാട്ടോ. അങ്ങനെ ഈ ഡിസ്പ്ലേ കാണാൻ എന്തൊരു ചുരുക്കാണ്. നമുക്കെല്ലാം അത്യാവശ്യം സാധനമൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മീൻ അക്വേറിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് ചോക്ലേറ്റിൻ്റെ ഒരു ലോകമാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് ബ്രെഡുകൾ, കുട്ടികളെ മറ്റേ കളിക്കോ സാധനമൊക്കെ ചെറിയ ചെറിയ മിഠായികൾ ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല ചോക്ലേറ്റുകൾ എന്താ രസമല്ലേ. അങ്ങനെ അടുക്കി വെച്ച് കാണാം. ഉണ്ടോ കിക്കറ്റൊക്കെ രസമല്ലേ. ജാമിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാട്ടോ അതൊക്കെ. നല്ല ചെറുക്കുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടിയതുണ്ടോ. മഞ്ച് പോലത്തെ ഐറ്റംസ്, ചോക്ലേറ്റ് ഐറ്റംസൊക്കെ കണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും തണുപ്പല്ലേ, അതുകൊണ്ടൊന്നും കംപ്ലൈൻ്റ് ആവില്ല കേട്ടോ. കേക്ക് ഐറ്റംസ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ്, മിഠായികൾ. അതിൻ്റെ ഉള്ളിൽ തന്നെ തണുപ്പ്, അതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്ന വേറെ ഐറ്റംസ്. നല്ല രസം ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇനി